മനുഷ്യൻ പ്രകൃതിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നതിന് മുൻപ് അവൻ പ്രകൃതിക്ക് വിധേയനായി ജീവിച്ചു. അവൻ പ്രകൃതിയെ ആരാധിച്ചു. ഒരു വളർത്തമ്മയെപ്പോലെ സ്നേഹിച്ചു. അവന് ജീവിക്കാൻ ആവശ്യമുള്ളതെല്ലാം അവൾ നൽകി. പക്ഷേ ഒടുങ്ങാത്ത ആർത്തിയുമായി അവൻ പ്രകൃതിയെ കാർന്നു തിന്നു. നിസ്സഹായയായ അവളുടെ ദീനരോദനം ആരും ചെവിക്കൊണ്ടില്ല. അവൾ കാത്തിരുന്നു ഒരു കാവലാളിനു വേണ്ടി. കൊല്ലവർഷം 1500 ഹാമിൽട്ടൺ. അമ്പര ചുംബര കെട്ടിടങ്ങളില്ല, ചീറിപ്പായുന്ന വാഹനങ്ങളില്ല. എവിടെയും സ്വൈരവിഹാരം നടത്തുന്ന മൃഗങ്ങൾ, പക്ഷികൾ. അവരോടൊപ്പം അവരിൽ ഒരാളായി ജീവിക്കുന്ന മനുഷ്യൻ. മുത്തശ്ശി, എന്താ വല്ലാതിരിക്കുന്നേ? എന്തു പറ്റി? മക്കളെ, നിങ്ങൾ വന്നോ? കുറച്ച് ദിവസമായി എനിക്ക് വല്ലാത്ത ഒരാധി. എന്തോ അരുതാത്തത് സംഭവിക്കാൻ പോകുന്ന പോലെ. ഓ, അത് മുത്തശ്ശിക്ക് വെറുതെ തോന്നുന്നതാ. മുത്തശ്ശിയുടെ മകനല്ലേ ഇപ്പോഴത്തെ മൂപ്പൻ. പിന്നെന്തിനാ പേടിക്കുന്നേ? ഒന്ന് പോടാ. നിന്റെ അച്ഛൻ, എൻ്റെ മോൻ, അവൻ മിടുക്കനാ, എന്തിനും പോന്നവൻ. അവനുള്ളപ്പോൾ ആരും പേടിക്കണ്ട. പക്ഷേ നിങ്ങൾ കണ്ടോ, യുഗങ്ങളായി നമ്മളെ കാക്കുന്ന ദൈവമാണ്. ഇപ്പോൾ അതിൻ്റെ പ്രഭ കുറഞ്ഞു വരുന്നു. ഞാൻ ഒരിക്കലും ഇങ്ങനെ കണ്ടിട്ടില്ല. മുത്തശ്ശി പേടിക്കണ്ടട്ടോ, ഞങ്ങൾ എപ്പോഴും മുത്തശ്ശിയുടെ കൂടെ കാണും. അതല്ല മക്കളെ, ഈ പ്രകൃതിക്ക് ഒരു സത്യമുണ്ട്. നമുക്ക് അർഹതപ്പെട്ടത് മാത്രമേ ഇവിടെ നിന്ന് എടുക്കാവൂ. ചൂഷണം അത് ദൈവം പൊറുക്കില്ല. എനിക്ക് വയസ്സായി, ഇനി നിങ്ങളുടെ ഊഴമാണ്. ഈ ഭൂമി ഒരു ദേവാലയമാണ്. അതിൻ്റെ പവിത്രത കളയാതെ തലമുറ കൈമാറണം. ജനലി, ദേ അമ്മ അന്വേഷിക്കുന്നുണ്ടാവും. വാ, നമുക്ക് പോകാം. ഇന്ന് ഉത്സവമല്ലേ, വാ പോകാം. അല്ലെങ്കിൽ അമ്മ ദേഷ്യപ്പെടും. சத்தம் கெட்டதுமே வில் பூத்து நிற்கும். சோழத்தின் பெருமை கூற சொல் பூத்து நிற்கும். பொன்னினாதி பார்க்கணுமே பொழுதுக்குள்ள கன்னி பெண்கள் காணணுமே காத்த போல பொட்டல் கடந்து புழுதி கடந்து தரிச கடந்து கருச கடந்து அந்த நானும் அழகினில்லை. காலம் மறந்ததென்ன? ഡക്കോട്ട, നിങ്ങൾ എത്ര മനോഹരമായി നൃത്തം ചെയ്യുന്നു. ഇത് സ്വീകരിക്കൂ. ബ്രിട്ടീഷ് രാജാവിന്റെ സമ്മാനങ്ങളാണ്. ഇനി വരുന്ന തണുപ്പ് കാലത്ത് നിങ്ങളെ സംരക്ഷിക്കാൻ ഈ പുതപ്പുകൾക്കാകും. നന്ദി സ്റ്റീവൻ, വളരെ നന്ദി. നിങ്ങളുടെ സ്നേഹത്തിനും സമ്മാനത്തിനും. ഞങ്ങൾ വന്നത് നിങ്ങളുമായി ഊഷ്മളമായ ഒരു കച്ചവട ബന്ധം സ്ഥാപിക്കാനാണ്. മനസ്സിലായില്ല, എന്ത് കച്ചവടം? വിശദമായി പറയാം. നോക്കൂ, എല്ലാ ശൈത്യത്തിലും നിങ്ങളുടെ
എത്ര കുട്ടികളും അമ്മമാരുമാണ് കൊടും തണുപ്പിൽ മരവിച്ച് മരിക്കുന്നത്? എത്ര പേരാണ് പട്ടിണി കിടന്ന് മരിക്കുന്നത്? ഇനിയും അതുണ്ടാവില്ല. ഞങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ട കമ്പിളിപ്പുതപ്പും മഞ്ഞുകാലത്ത് കഴിക്കാനുള്ള ഉണക്കമീനും തരാം. പകരം നിങ്ങൾ നീർനായയുടെ തുകൽ ഞങ്ങൾക്ക് തരണം. പറ്റില്ല. നീർനായയെ കച്ചവടത്തിനായി വേട്ടയാടിക്കൊല്ലാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾ ആരാ അത് പറയാൻ? ഗോത്രത്തലവനായ ഡെക്കോട്ട പറയട്ടെ, അവന് മനസ്സിലാകും. നിങ്ങളെപ്പോലുള്ള കിഴവന്മാർക്ക് ഇതൊന്നും തലയിൽ കേറില്ല. നിർത്തൂ, നിങ്ങളിപ്പോൾ പോകൂ. ഞങ്ങൾക്ക് ഒന്ന് ആലോചിക്കണം. ഡെക്കോട്ട, നീ ഇവരുടെ കെണിയിൽ വീഴരുത്. യുഗങ്ങളായി നമ്മൾ ഈ പ്രകൃതിയിൽ ഇണങ്ങി ജീവിക്കുന്നവരാണ്. നമുക്ക് ജീവിക്കാൻ ആവശ്യമുള്ളത് എന്തോ അത് മാത്രമേ ഇതിൽ നിന്ന് എടുക്കാവൂ. അല്ലാതെ അതിനെ ചൂഷണം ചെയ്താൽ അതിന് കലിയിളകും. പിന്നെ നമുക്കാർക്കും അതിനെ തടയാനാകില്ല. ഗുരു പറയുന്നത് കേൾക്കൂ ഡെക്കോട്ട. നമ്മൾ എന്ത് സന്തോഷമായിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. നമുക്കത് മതി. അവരായിട്ടുള്ള ഒരു കൂട്ടുകെട്ടും വേണ്ട. അത് നല്ലതല്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു. പക്ഷേ ഇത് നമ്മുടെ ജീവിതം മാറ്റില്ലേ? നമ്മുടെ പട്ടിണിയും ദുരിതങ്ങളും. നീ ചെറുപ്പമാണ്. അവർ നിന്നെ തേടി വന്നത് അവർക്ക് നിന്നെ എളുപ്പത്തിൽ പ്രലോഭനത്തിൽ വീഴ്ത്താൻ പറ്റും എന്ന് അറിഞ്ഞുകൊണ്ടാണ്. നീ അതിൽ വീഴരുത്. ഈ പ്രകൃതിയുടെ നാശത്തിന് നീ കാരണമാകരുത്. നമുക്കിത് വേണ്ട ഡെക്കോട്ട. നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാൻ ധീരമായ നിലപാടെടുക്കണം. അതെന്റെ ഉത്തരവാദിത്തമാണ്. ദേ, അവർ പിന്നെയും വരുന്നു. എന്തു പറഞ്ഞാലും ഡെക്കോട്ട, നീ സമ്മതിക്കരുത്. നിങ്ങൾ എന്ത് തീരുമാനിച്ചു? ഞങ്ങൾക്ക് സമ്മതമല്ല. ഇവിടെ നിന്ന് ഒന്നും കൊണ്ടുപോകാൻ ഞങ്ങൾ സമ്മതിക്കില്ല. നിങ്ങൾക്കെന്താ ഭ്രാന്താണോ? നിങ്ങളെ ഈ ദുരിതത്തിൽ നിന്നും കരകയറ്റാൻ ഞങ്ങൾ ശ്രമിക്കുമ്പോൾ അഹങ്കരിക്കുന്നോ? ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഇപ്പോൾ ഇവിടം വിട്ടു പോകണം. ഇവിടം വിട്ടു പോകാനോ? നിങ്ങൾ ഒഴികെ എല്ലാ ഗോത്ര തലവന്മാരും ഇപ്പോൾ ഞങ്ങൾക്കൊപ്പമുണ്ട്. മര്യാദയ്ക്ക് ഞങ്ങൾ പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ എല്ലാത്തിനെയും ചുട്ട് കരിക്കും. അയ്യോ അച്ഛാ, അമ്മേ, ഞങ്ങൾക്ക് പേടിയാകുന്നു. ഇവർ നമ്മളെ കൊല്ലോ? ഇല്ല മക്കളെ, ഞാനുള്ളപ്പോൾ ആരും നിങ്ങളെ തൊടില്ല. പോ ഇവിടം വിട്ട്. ഇനി ഒരുത്തനെ ഇവിടെ കണ്ടുപോകരുത്. അലറി വരുന്ന കരടിയെ മലർത്തിയടിക്കുന്നവനാണ് ഈ ഡക്കോട്ട. അച്ഛാ, അന്ന് നമ്മുടെ മുത്തശ്ശി പറഞ്ഞില്ലേ ഭൂമിദേവി? നമുക്ക് അവരോട് പ്രാർത്ഥിച്ചാലോ? നീ വാ. അയ്യോ, എനിക്ക് പേടിയാകുന്നു. നീ വാ, വേഗം പോകാം. നീ വേണമെങ്കിൽ പോയിക്കോ, ഞാനില്ല. ഭൂമിദേവി, എനിക്ക് ശക്തി തരണേ. നിനക്ക് മര്യാദയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല അല്ലേ? നീ ആളെ കൂട്ടി ഒളിയമ്പ് ചെയ്ത് ഞങ്ങളെ കൊല്ലും അല്ലടാ നന്ദി കെട്ട നായെ. അയ്യോ, ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ. ഞങ്ങളെ കൊന്നാലും നിങ്ങളുടെ ഒരു കാര്യവും ഇവിടെ നടക്കില്ല. അച്ഛാ, അമ്മേ, നിങ്ങൾക്ക് എന്ത് പറ്റി? പിടിക്കവനെ. ഇനി ഈ ഗോത്രത്തിൽ ഒരു ആൺതരി വേണ്ട.
അമ്മേ അമ്മേ, എനിക്ക് എന്താ പറ്റിയേ? മോളെ ജനലി, നിനക്ക് എന്തോ ദിവ്യശക്തി കിട്ടിയിട്ടുണ്ട്. നീ അത് നല്ല രീതിയിൽ ഉപയോഗിക്കണം. നീ ഈ നാട് വിട്ടുപോയിക്കോ. ഇവിടെ നിന്നാൽ ഈ ദുഷ്ടന്മാർ നിന്നെ ഇവർ വച്ചേക്കില്ല. പോ പോ മോളെ, പോ. സഹൃദയരെ, ഹാമിൽട്ടൺ മലയാളി സമാജം എക്സിക്യൂട്ടീവ് കമ്മിറ്റി 2025 നിങ്ങൾക്കായി അഭിമാന പുരസ്സരം സമർപ്പിക്കുന്നു. കാവലാൾ. അങ്ങനെ ജനലി തന്റെ പ്രിയപ്പെട്ട നാടും വീടും വിട്ട് ഓടി. കണ്ണെത്താ ദൂരം 7 കടലും കടന്ന് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ആരുമറിയാതെ അവൾ ഒരു പുതിയ ജീവിതം തുടങ്ങി. കാലം കടന്നുപോയി. 19-ാം നൂറ്റാണ്ടിന്റെ അവസാനം ശ്രീ മൂലം തിരുനാൾ രാമവർമ്മ തിരുവിതാംകൂർ ഭരിക്കുന്ന സമയം കറുത്ത പൊന്നു തേടി ചൂഷകർ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലുമെത്തി. എന്താ ശാരീരം, ഗംഭീരം ഗംഭീരം. നമുക്ക് അങ്ങോട്ട് ബോധിച്ചിരിക്കണോ? എടാ വേലായുധാ, നീ എന്താ വലിയ തൊഴിലാളി നേതാവോ? നീ അവരോട് സായിപ്പിന് കുരുമുളക് കൊടുക്കരുതെന്ന് പറഞ്ഞോ? ഇനി അത് നടക്കില്ല അങ്ങുന്നേ. ഞങ്ങൾ വെയിലത്തും മഴയിലും കഷ്ടപ്പെട്ടുണ്ടാക്കുന്നത് നിങ്ങൾക്ക് വെറുതെ തരാൻ പറ്റില്ല. എന്താടാ പറഞ്ഞേ? അഹങ്കാരി, നിന്റെ ധിക്കാരം. ഇതെല്ലാം ഞങ്ങളുടെ ഭൂമിയാണ്. നിങ്ങൾ ഇവിടുത്തെ അടിയാളന്മാർ. ഞങ്ങൾ പറയും, നിങ്ങൾ കേൾക്കും. അത് പറ്റില്ല. ഞങ്ങൾ പട്ടിണി കിടന്ന് മടുത്തു. ഞങ്ങൾ പണിയെടുക്കുന്നത് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാ. ഞങ്ങൾ എത്ര നാളായി അനുഭവിക്കുന്നു. അങ്ങ് പോയി പറ, ഞങ്ങൾക്ക് തരാൻ സൗകര്യമില്ലെന്ന്. അങ്ങ് പോകാൻ നോക്കിയേ. ഇനി ഞങ്ങൾ ചരക്ക് നേരിട്ട് ചന്തയിൽ കൊടുത്തോളാം. നീ ഏതാടി? നീ ആടിയാ മതി, എന്നെ പഠിപ്പിക്കാൻ വരണ്ട. നിന്നെപ്പോലെ എത്ര എണ്ണം ഈ കയ്യിൽ കിടന്ന് പുളഞ്ഞിരിക്കുന്നു. നീ പോ. ഇനി നീ ഇവിടെ നിന്നാൽ നിന്റെ നാക്ക് ഞാൻ പിഴുതെടുക്കും. കുട്ടൻ, എവിടെയായിരുന്നു ഇതുവരെ? എവിടെ നമ്മുടെ ചരക്ക്? അടുത്ത ആഴ്ച കപ്പൽ യൂറോപ്പിലേക്ക് പോകും. അതിനു മുമ്പ് ചരക്ക് തുറമുഖത്തെത്തണം. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. എന്തു പറ്റി? ഞാൻ നിനക്ക് എത്ര കാശും സ്വർണവും തന്നതാ. ആ വേലായുധനും അവന്റെ കൂടെ കുറെ പെണ്ണുങ്ങളും എല്ലാത്തിനെയും തീർക്കണം. എന്നാലേ നമുക്കവിടുന്ന് ചരക്ക് കിട്ടൂ. കുട്ടൻ, നീ പറ, നമ്മൾ എന്ത് ചെയ്യണം? എന്തിനും തയ്യാറായി നമ്മുടെ പട്ടാളക്കാരുണ്ട്. ഇന്ന് രാത്രി അവരുടെ കാവിൽ ഉത്സവമാണ്. എല്ലാത്തിനെയും അവിടെ വച്ച് തന്നെ തീർക്കും. സമ്മതം.
പുറത്ത് ആരും അറിയണ്ട. എല്ലാവർക്കും മനസ്സിലായില്ലേ ഞാൻ ആരാണെന്ന്? കണ്ടോ, എന്നെ അനുസരിക്കാത്ത ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ഇർവിൻ സാഹിബേ, കൊല്ലവനെ. അയ്യോ ചന്ദ്രികേ, നീ എന്തെങ്കിലും ഉടനെ ചെയ്യ്. അവർ അവനെ കൊല്ലും. കടമറ്റത്ത് കത്തനാർ ദുരാത്മാക്കളുടെയും ദുഷ്ടശക്തികളുടെയും അന്തകൻ. കത്തനാർക്ക് തളയ്ക്കാനാകാത്ത ഒരു യക്ഷിയും ഭൂതവും ഇതുവരെ ഉടലെടുത്തിട്ടില്ല എന്നാണ് കേൾവി. അച്ചോ അച്ചോ, വള്ളിയങ്കാട്ട് ചന്ദ്ര, അവൾ യക്ഷി യക്ഷി. വള്ളിയങ്കാട്ട് ചന്ദ്രയോ? ഞാൻ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. ആരാ അവൾ? ദേ, അവൾ വള്ളിയങ്കാട്ടിൽ. അവൾ എല്ലാവരെയും കൊന്ന് ചോര ഊറ്റിക്കുടിക്കുന്നു. അവൾ അത്രയ്ക്കായോ? നീ പോയിക്കോ, ഇത് ഞാൻ നോക്കിക്കോളാം. എങ്ങനെ ഇവിടെ വന്നു? അത് നീ അറിയേണ്ട കാര്യമില്ല.
എനിക്ക് ഈ ഭൂമിയിൽ ഒരു ദൗത്യമുണ്ട്. നൂറ്റാണ്ടുകളായി അത് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇനിയും യുഗാന്ത്യം വരെ അത് ചെയ്യും. എനിക്ക് മരണമില്ല. മനുഷ്യന്മാരുടെ ചോര ഊറ്റി കുടിച്ച് അവരെ കൊല്ലുന്നതാണോ നിന്റെ ദൗത്യം? ഈ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കില്ല. നിന്നെ എന്നേക്കുമായി ആ പാലമരത്തിൽ ഞാൻ തളച്ചിരിക്കും. അവർ ചെയ്യുന്നതിനുള്ള ശിക്ഷയാണ് അവർക്ക് കിട്ടുന്നത്. എന്നെ 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 തളയ്ക്കാൻ നോക്കരുത്. അതിന് വലിയ വില കൊടുക്കേണ്ടി വരും. അതോർത്ത് നിങ്ങൾ പിന്നീട് പശ്ചാത്തപിക്കും. ഇത് സത്യം, ഇത് സത്യം, സത്യം. നീ എന്തു പറഞ്ഞാലും എന്റെ തീരുമാനം ഉറച്ചതാണ്. നിന്നെ തളയ്ക്കാതെ എനിക്കിനിയും വിശ്രമമില്ല. വാ ഇവിടെ. ഒരു വള്ളിയങ്കാട്ടിൽ ചന്ദ്ര യക്ഷി. ഥൂ, കണ്ടില്ലേ പാലമരത്തിൽ? എന്നോട് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ കത്നാർ ചന്ദ്രയെ പാലമരത്തിൽ തളച്ചു. പക്ഷേ ഒരു പാലമരത്തിലെ ആണിയിൽ ഒതുങ്ങുന്നതായിരുന്നില്ല ചന്ദ്രയുടെ ജൈത്രയാത്ര. കാലം കടന്നുപോയി. മെച്ചപ്പെട്ട തൊഴിലും ജീവിത സാഹചര്യങ്ങളും തേടി നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നും ലോകമെമ്പാടുമുള്ള സമ്പന്ന രാജ്യങ്ങളിൽ മലയാളികൾ കുടിയേറി. അങ്ങനെ ഹാമിൽട്ടണിൽ എത്തിയവർ പൂട്ടിക്കിടന്ന ഒരു സ്കൂൾ വാങ്ങി, സമാജം തുടങ്ങി. ജാതി മത ഭേദമന്യേ എല്ലാവർക്കും താങ്ങായി തണലായി അത് വളർന്നു. പക്ഷേ അവർ അറിഞ്ഞിരുന്നില്ല ആ സ്ഥലം ജനലിയുടെ ജന്മഭൂമിയായിരുന്നു. പ്രസിഡന്റ്, ഇയാൾ ഇത് എവിടെ പോയി കിടക്കുന്നു? നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. നേതാവ് ഇന്ന് നേതാവ്, നാളെ രാജാവ് എന്നും ജേതാവ്. മൈ ഡിയർ ഫ്രണ്ട്സ്, എന്തുട്ട് ഡിയർ? അവിടെ ആരുമില്ല. അപ്പൊ പ്രസംഗിക്കാൻ വിളിച്ചതല്ലേ? അല്ല, അതെ, നോഫിൾസിൽ ചിക്കൻ സെയിൽ വന്നിട്ടുണ്ട്. അത് വാങ്ങാൻ പോകാൻ വിളിച്ചതാ. അതിന് ഇത്രയും ഡെക്കറേഷന്റെ ആവശ്യമില്ല. ഓ, ഞാൻ വല്ലാണ്ടങ്ങ് മോഹിച്ച ഔസേപ്പേ. നമുക്ക് ഈ തവണ ഓണത്തിന് നമ്മുടെ പ്രധാനമന്ത്രി കാർണിയെ കൊണ്ടുവന്നാലോ? ആള് മുണ്ടൊക്കെ ഒന്ന് ഉടുത്ത്, ഹോ, എന്തൊരു രസകരമായിരിക്കും. ഇത് വല്ലതും നടക്കുവോ? ഷുവർ ബ്രദർ, ഷുവർ. ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം. അയ്യോ, നമ്പർ മറ്റേ ഫോണിലാണല്ലോ. നാളെ എന്തായാലും ഞാൻ വിളിച്ചിരിക്കും. ബെസ്റ്റ്. ഓണത്തിന് മുങ്ങിയ ക്രിസ്മസിന് പൊങ്ങുന്ന ടീമാ. ഓ, അത് പോട്ടെ. പ്രസിഡന്റ്, കഴിഞ്ഞ ഇലക്ഷന് ജയിച്ചപ്പോ എന്തൊക്കെ മോഹന വാഗ്ദാനങ്ങളായിരുന്നു. അതെ, ഈ സമാജത്തിലെ എല്ലാ വാഷ്റൂമും എയർപോർട്ടുകളിലെ പോലുള്ള അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തും. ഓ, അത് വളരെ ശരിയാ. കഴിഞ്ഞ പരിപാടിക്ക് മൂത്രം ഒഴിച്ചവർ വീട്ടിൽ നിന്ന് മിനറൽ വാട്ടർ കൊണ്ടുവന്നാ കഴുകി. അതുപോലെ നമ്മുടെ അടുക്കളയിൽ പാത്രം കഴുകാൻ AI സംവിധാനമുള്ള റോബോട്ടുകളെ കൊണ്ടുവരും. ആദ്യമേ റോബോട്ടിന് പാത്രം കഴുകാൻ ബ്രഷ് മേടിച്ചു കൊടുക്കാൻ, പിന്നെ ഈ കോട്ട് ഊരി AI നേരെ അടുക്കളയിലോട്ട് വിട്ടു. കഴിഞ്ഞ പരിപാടി കഴിഞ്ഞുള്ള പാത്രങ്ങൾ ഇപ്പോഴും സിങ്കിലുണ്ട്. ഔസപ്പേ, നമ്മുടെ സെക്രട്ടറി എവിടെ? നമുക്ക് ഇത്തവണ ഓണത്തിന് ഇന്റർനാഷണൽ സ്റ്റുഡൻസിന്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ലവമ്മ പൊളിക്കും കേട്ടോ.
ദേ വന്നൂല്ലോ പിള്ളേര് സെറ്റ്. പിള്ളേരെ, നിങ്ങൾ ഇതെന്തായി കാണിക്കുന്നേ? ഇത് ഓണം ഡാൻസ് ആണ്, അല്ലാതെ ഡപ്പാങ്കുത്തല്ല. നീയൊക്കെ ഇന്നലെ നാട്ടിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ, അപ്പോഴേക്കും നാട്ടിലെ ഡാൻസ് ഒക്കെ മറന്നോ? നമ്മുടെ സെക്രട്ടറി ഭയങ്കര തല്ലവായ്പാണല്ലോ. വാ നമുക്ക് പോവാം. അതേടാ, നിന്നെ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഓ, ഞാനില്ലെങ്കിൽ ഈ ഓണം പരിപാടി തദൈവ എല്ലാം എന്റെ തലയിലാ. ഒറ്റ ഒരെണ്ണത്തിന് ഒരു ഉത്തരവാദിത്വം ഇല്ല. ഈ പ്രസിഡന്റ് എവിടെ പോയി കിടക്കുക? എത്തിയല്ലോ. ഓ, സെക്രട്ടറി എന്ന് പറഞ്ഞ ആരാ? എന്തൊരു കൃത്യനിഷ്ഠത. പ്രസിഡന്റ് ഊതല്ലേ. ദേ, സദ്യ വിളമ്പാൻ ആൾക്കാരെ വിളിച്ചോ? എവിടെ നമ്മുടെ ഫുഡ് കമ്മിറ്റി? ഓ, ദേ വന്നല്ലോ, നല്ല വരവാ. അല്ല പ്രസിഡന്റ്, നമുക്ക് ഈ തവണ ഓണത്തിന് എത്ര പേര് വരും? എനിക്ക് തോന്നുന്ന 1000 പേരുണ്ടാവും. അപ്പോ നമുക്കൊരു 100 കിലോ അരി ഇട്ടാലോ? അത് നല്ലതാ, ഒരു 100 കിലോ ഇടണം. ഇനി എങ്ങാനും കുറവ് വന്നാലോ? പിന്നെ കുറവ് വരും. എന്നാ നമുക്കൊരു 150 കിലോ ഇടാം. പിന്നെ നമുക്കത് ഇടാം, ഒരു 150 കിലോ ആയിക്കോട്ടെ. ബാക്കി വന്നാ അല്ല തോട്ടിലും കളയേണ്ടി വരും. ഔസപ്പേ, അത് ഇടേണ്ടി വരും. ഓ, എന്റെ പ്രസിഡന്റ്, നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്ക്. അപ്പം സെക്രട്ടറിക്ക് എത്ര കിലോ ഇടണം? നിങ്ങൾ എന്ത് തോന്നിവാസമാണ് ഈ കാണിക്കുന്നത്? എല്ലാ ഇന്റർനാഷണൽ സ്റ്റുഡൻസിനെയും ഇവിടുന്ന് പുറത്താക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ അവരെ അടിച്ചോടിക്കും. ഞങ്ങളുടെ എല്ലാം ഇവർ നശിപ്പിച്ചു. ഞങ്ങളുടെ ജോലി ഇല്ലാതാക്കി, വീട് വാങ്ങാൻ പറ്റാതായി, ആരോഗ്യരംഗം തകർന്നു. എല്ലാറ്റിനെയും അടിച്ചോടിച്ച് ഈ നാട് ഞങ്ങൾക്കായി തിരിച്ചു പിടിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഈ പാവം പിള്ളേർ വലിഞ്ഞു കയറി വന്നതല്ല, കോടാനുകോടി ഡോളറാണ് അവർ ഓരോ വർഷവും ഈ രാജ്യത്തേക്ക് കൊണ്ടുവരുന്നത്. കോവിഡ് കാലത്ത് സ്വന്തം ജീവൻ പോലും പണയം വെച്ച് അവരെ ഉണ്ടായിരുന്നുള്ളൂ ഇവിടുത്തെ എല്ലാ ജോലിയും ചെയ്യാൻ. ഇത് ഞങ്ങളുടെയും രാജ്യമാണ്. അനേക കുടിയേറ്റക്കാരുടെ ചോരയും നീരും ഒഴുക്കി പടുതുയർത്തിയ ഭൂമി. ഇത് ഞങ്ങളുടെ ഭൂമിയാണ്. നിങ്ങൾ കീടങ്ങളെ പോലെ ഇവിടെ കടന്നു വന്നു. എല്ലാ കീടങ്ങളെയും ഇവിടെ നിന്ന് തുരത്തി ശുദ്ധി കലശം ചെയ്യാനാണ് ഞങ്ങൾ വന്നത്. നിർത്തൂ. നിങ്ങൾക്ക് ഓർമ്മ കാണില്ല, പക്ഷേ എനിക്ക് മറക്കാൻ കഴിയില്ല. കച്ചവടക്കാരായി വന്ന നിങ്ങളുടെ പൂർവികർ എന്റെ ഗോത്രത്തെ നശിപ്പിച്ചു. ഞങ്ങൾ ദൈവത്തെ പോലെ ആരാധിച്ചിരുന്ന ഈ ഭൂമി നിങ്ങൾ പിച്ചി ചീന്തി. ഞാൻ ജനലി, ഇത് എന്റെ ഭൂമിയാണ്. ഇവിടെ ഇനി മറ്റൊരു ചൂഷണം നടക്കാൻ ഞാൻ ആരെയും അനുവദിക്കില്ല. ഞാനുണ്ടാകും എന്നും ഒരു കാവലാളായി. പോ. No